ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഇസ്രായേലാണുള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഏകദേശം ഇസ്രായേലിൽ എത്തിയിട്ട് 4 മാസം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നാട്ടിൽ നിന്നും ഇസ്രായേലിലേക്ക് വരുന്നതിന് മുന്നേ തീരുമാനിച്ചതാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ എനിക്ക് തോന്നി കുറച്ചുകൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നത് ഞാനിവിടെ ഇസ്രായേലിൽ വന്നതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഈ വീഡിയോ ചെയ്താലാണ് മറ്റുള്ളവർക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആകുന്നത് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് കേട്ടോ അന്ന് ആ വീഡിയോ ചെയ്യാതിരുന്നത്. ഇസ്രായേലിലേക്ക് വരുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒട്ടനവധി ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ. ഒരു മാസത്തെ ബോംബെയിലെ ക്ലാസ്സിന് ശേഷം നമ്മൾ വീണ്ടും നാട്ടിലൊക്കെ പോയി മത്താശയും വിസയും വന്നതിന് ശേഷമാണല്ലോ നമ്മൾ വീണ്ടും ബോംബെയിലേക്ക് വരുന്നതും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും. അതിനുശേഷം ആണല്ലോ നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി വരുന്നതും. ഇതാണ് കേട്ടോ പ്രൊസീജിയേഴ്സ്. എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല, എന്നാൽ പോലും ഞാൻ പറയുകയാണ്. എൻ്റെ ബോംബെയിലെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് ഞാൻ നാട്ടിലെത്തി. മത്താശ വന്നതിന് ശേഷം ഞാൻ ആദ്യം തന്നെ ചെയ്തത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ലിസ്റ്റ് എല്ലാം തയ്യാറാക്കി ഞാൻ ഓരോ ദിവസങ്ങളായി, എനിക്ക് കുറച്ചധികം ടൈം കിട്ടിയിരുന്നു. ഓരോ ദിവസങ്ങളായിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയും ഞാൻ ബേക്കറി ഐറ്റംസ് അതുപോലെ തന്നെ സ്പൈസസ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങാതിരുന്നിട്ടുള്ളൂ. ബാക്കി എനിക്ക് വേണ്ട ഡ്രസ്സുകളായാലും ഡെയിലി വെയേഴ്സും എനിക്ക് വേണ്ടുന്ന കോസ്മെറ്റിക്സ് ഐറ്റംസും എല്ലാം ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ പെട്ടിയിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഞാൻ റെഡിയാക്കിയിരുന്നു. കാരണം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബോംബെ ചെന്ന് കഴിഞ്ഞാൽ വിസ ക്ലാസ് അതുപോലെ തന്നെ ഇൻ്റർവ്യൂ, ഇതിൻ്റെയൊക്കെ ടെൻഷൻ്റെ ഇടയിലും അതുപോലെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇതൊക്കെ വാങ്ങാനുള്ള ടൈം കിട്ടുമോ, അതുപോലെ എൻ്റെ ടെൻഷൻ കാരണം ഞാൻ പല സാധനങ്ങളും വാങ്ങാൻ മറന്നു പോകുമെന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഞാൻ പെട്ടിയിൽ പാക്ക് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ബോംബെയിലേക്ക് എൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് കയറിയിരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു കുറച്ചൊരു സ്പേസ് ഇടുകയാണെങ്കിൽ ബോംബെ അറിയാലോ, ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങൾക്കും ചീപ്പ് റേറ്റ് ആണ്. അപ്പോൾ ഈ സ്വെറ്റേഴ്സ് അതുപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ചീപ്പ് റേറ്റിൽ ബോംബെയിൽ അവൈലബിൾ ആണ്. അപ്പോൾ പെട്ടിയിൽ കുറച്ചൊരു ഗ്യാപ്പ് വെക്കുകയാണെങ്കിൽ നമുക്ക് ചീപ്പ് റേറ്റിൽ പല സാധനങ്ങളും നമുക്ക് ആവശ്യമുള്ളത് വാങ്ങാൻ പറ്റും. ഞാൻ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തതിന് ശേഷം വെയിറ്റ് നോക്കി. നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു വെയിറ്റ് ഉണ്ടല്ലോ, ആ വെയിറ്റ് കണക്കാക്കി മാത്രമേ ഞാൻ സാധനങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എക്സ്ട്രാ ഒരു പണി കിട്ടിയത് എയർപോർട്ടിൽ വന്നപ്പോഴാണ്. പെട്ടിക്ക് കുറച്ച് വെയിറ്റ് അധികമായതുകൊണ്ട് 6000 രൂപയോളം ഫൈൻ അടച്ചതിന് ശേഷമാണ് എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നു എനിക്ക് എവിടെയാണ് ഫോൾട്ട് പറ്റിയതെന്ന് പറഞ്ഞാൽ, ഞാൻ നാട്ടിൽ നിന്ന് തന്നെ എല്ലാ സാധനങ്ങളും ഫുള്ള് സെറ്റാക്കി പെട്ടിയിൽ ഒരു ഗ്യാപ്പ് പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്നും പെട്ടി പാക്ക് ചെയ്തതിന് ശേഷവും ചെറിയൊരു ഗ്യാപ്പ് വെക്കുകയാണെങ്കിൽ ബോംബെയിൽ വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും മറന്നുപോയത് ഓർമ്മയുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചീപ്പ് റേറ്റിൽ എന്തെങ്കിലും കാണുമ്പോൾ, ബോംബെയിലൊക്കെ ആകുമ്പോൾ മാർക്കറ്റ് ഒരുപാടുണ്ട്, അപ്പോൾ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും കാണുമ്പോൾ ഒരു താല്പര്യം തോന്നുമ്പോൾ നമ്മൾ വാങ്ങുമല്ലോ. അപ്പോൾ പെട്ടിയിൽ വെക്കണമെങ്കിൽ കുറച്ചൊരു ഗ്യാപ്പ് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെ ഫൈൻ അടച്ച് എയർപോർട്ടിൽ നിന്ന് കയറേണ്ടി വരും. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം തോന്നിയിട്ടുണ്ട് കേട്ടോ, കുറച്ചുകൂടി ആ സാധനങ്ങൾ കുറച്ചുകൂടി വാങ്ങാമായിരുന്നു, ഈ സാധനങ്ങളുടെ ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഞാൻ എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ മാത്രം ഒപ്പീനിയൻ അല്ല കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ റൂം. ഞാൻ എൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ കബോർഡിൽ വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ എൻ്റെ പെട്ടിയിൽ അതേപോലെ വെച്ചിട്ടാണല്ലോ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പെട്ടി തുറന്നു നോക്കിയാലോ. എൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. എയർ ബാഗ് ഇതുപോലെ ഞാൻ ഓരോ കവറിലിട്ടും അതിൻ്റെ എയർ വലിച്ച് കളഞ്ഞിട്ടാണ് എൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടിയിൽ ഒതുക്കി വെക്കാൻ വേണ്ടി ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. ഇതുപോലെ എയർ വലിച്ച് കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഡ്രസ്സുകളും സാധനങ്ങളും ഒക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പരിപാടിയിലൊന്നും ഞാൻ കൈ കടത്തിയിട്ടില്ല കേട്ടോ. ഏട്ടനും അനിയത്തിയും കൂടിയാണ് കേട്ടോ മൊത്തം പാക്ക് ചെയ്ത് തന്നത്. അവളിത് ചെയ്യുന്നത് കണ്ടപ്പോൾ കിട്ടുണ്ണിക്കും ഭയങ്കര ആഗ്രഹം. പിന്നെ അത് അവനും ഒപ്പം കൂടിയേ. അതുപോലെ എൻ്റെ ഇന്നേഴ്സ് ആയാലും എല്ലാം ഞാൻ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആയാലും എല്ലാം ഞാൻ ഓരോ സെക്ഷൻ തിരിച്ച് ഇതുപോലത്തെ കവറുകളിലാക്കിയിട്ടായിരുന്നു വെച്ചിരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഇതെടുക്കാനും ഉപയോഗിക്കാനും കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇതുപോലത്തെ കവറിലാണ് ഞാൻ എൻ്റെ ഓരോ സെക്ഷൻ സാധനങ്ങളും ഫസ്റ്റ് ഈ കവറിൽ ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ പെട്ടിയിൽ ഒതുക്കി വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സാധനങ്ങൾ പെട്ടിയിൽ നിന്നും എല്ലാം വാരി വലിച്ചിടാതെ എനിക്ക് ആവശ്യമുള്ളത് മാത്രം, എനിക്കറിയാലോ ഇന്ന കവറിലാണ് ഞാൻ വെച്ചിട്ടുള്ളതെന്ന്. അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഈ കവർ തുറന്നെടുത്താൽ മതിയല്ലോ. ഇതെനിക്ക് കൂടുതൽ ഈസി ആയിട്ട് തോന്നി കേട്ടോ. അതുകൊണ്ട് തന്നെ ഡ്രസ്സ് പാക്ക് ചെയ്യാനുള്ള എനിക്ക് തോന്നുന്നു ഒരു 6-7 പാക്കറ്റുകൾ മാത്രമേ ഞാൻ ഓൺലൈനിൽ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളൂ. ബാക്കി ഇത്തരത്തിലുള്ള ഈ കവറുകളൊക്കെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നും
ആവശ്യമില്ലാതെ കളഞ്ഞിരുന്ന കവറുകളാണ് കേട്ടോ. ഞാനിത് നാട്ടിലൊരു ഷോപ്പിൽ പോയിട്ട് അവരോട് ചോദിച്ചിട്ട് വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓരോ കവറിലാക്കിയിട്ടായിരുന്നു കേട്ടോ വെച്ചിരുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം അടിക്കാത്തൊരു ഓപ്പൺ ചെയ്യാത്തൊരു കവറാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് അറിയാലോ, ആവശ്യമില്ലാത്ത സാധനങ്ങളായതുകൊണ്ടാണല്ലോ നമ്മളിത് ഓപ്പൺ ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെയാണ് ആവശ്യമില്ലാത്ത സാധനങ്ങളെന്ന്. ഇതിലുള്ളത് ഒരു ഷെയിങ് സെറ്റാണ്. കോമ്പ് ഓൾറെഡി 2 കോമ്പ് എൻ്റെ കയ്യിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1-2 ഒക്കെ മതി. എൻ്റെ കയ്യിലൊരു എനിക്ക് തോന്നുന്നു 2 ഒരു 3-4 കോമ്പ് എൻ്റെ കയ്യിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്രയും കോമ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഞാൻ എൻ്റെ ഫേസിലെ ഹെയർസ് റിമൂവ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിത് യൂസ്ഫുൾ ആണ് കേട്ടോ. ഇത് ഞാൻ പൊട്ടിച്ചതാണ്. എനിക്ക് വേസ്റ്റ് ആവശ്യമില്ല എന്ന് തോന്നിയ ഒരു സാധനമാണ് കേട്ടോ ഇത്. വെറ്റ് ടിഷ്യൂ ആണ്. പക്ഷേ ഇത് 3 പാക്കറ്റ് ഞാൻ വാങ്ങിയിരുന്നു. ഒന്ന് ഞാൻ വരുമ്പോൾ തന്നെ എൻ്റെ ഹാൻഡ് ബാഗിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു 1-2 ഷീറ്റ് മാത്രമേ ഞാൻ അതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി ഈ 2 ആവശ്യമില്ല. ഇവിടെ അവൈലബിൾ ആണ്, നമുക്ക് എവിടെ ചോദിച്ചാലും. ഇത്രയെണ്ണം വാങ്ങേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു. നമ്മൾ വെയിറ്റ് ഇല്ല എന്ന് തോന്നുന്ന ചെറിയ ചെറിയ സാധനങ്ങളില്ലേ, അതിനെയൊക്കെ കൂടി ഒരുമിച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു വെയിറ്റ് ഉണ്ടാവും കേട്ടോ. നമുക്കത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. നമ്മൾ പെട്ട് പാക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇത് ഈ 2 ആവശ്യമില്ലേ, ഇത് വേസ്റ്റ് ആയിപ്പോയി. കാരണം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നില്ലല്ലോ. ഇത് വെർലോറയാണ് കേട്ടോ. ഞാൻ ആവശ്യം വന്നാലോ എന്ന് കരുതിയിട്ട് വാങ്ങിയിട്ടതാണ്. ഇതിൻ്റെ ആവശ്യം വന്നില്ല. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. കാരണം ഇവിടെയൊക്കെ വെജിറ്റബിൾസ് കട്ടറും കട്ടിംഗ് ബോർഡും ഒക്കെ ഉണ്ട്. നമ്മൾ മിക്കവാറും അത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. കാരണം വെർലോറ ഇട്ടിട്ട് ഇത് എന്തായാലും കട്ട് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ. ചെറിയ കത്രിക. ഇത് സ്ലൈഡാണ്. എനിക്കറിയില്ല ഞാൻ എന്തിനാണ് ഇത് 2 ബോർഡൊക്കെ വാങ്ങിയെന്നുള്ളത്. കാരണം സ്ലൈഡ് ഞാൻ യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യുന്നവർക്ക് ഓക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിരുന്നിട്ട് തുരുമ്പിച്ച് പോകും. തുരുമ്പെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ ഒരു ബോർഡൊക്കെ മേടിച്ചാൽ മതിയായിരുന്നു. കാരണം ഞാൻ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. പിന്നെ ബ്ലേഡ് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. സൂചി. ഇതെന്തിനാ വാങ്ങിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഇത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇത് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കറിയില്ല ഇത്രയും പിന്നിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ. കാരണം നമ്മളിത് കാണുമ്പം ചെറിയൊരു സാധനമാണ്, പക്ഷേ ഇത് പെട്ടിയിൽ പാക്കിങ്ങിൽ വരുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് കൂടി കാണിക്കും അതിൽ. ഞാൻ നാട്ടിൽ യൂസ് ചെയ്യുന്നത് മുൾട്ടാണി മിട്ടീൻ്റെ ഫേസ് പാക്കാണ് കേട്ടോ. കാരണം പുറത്തൊക്കെ പോകുമ്പോൾ നന്നായിട്ട് ടാൻ അടിക്കുമ്പോൾ എനിക്കിത് നിർബന്ധമാണ്. ഞാനിത് വീക്കിലി ടോയ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പം വാങ്ങിയത് 3 ബോട്ടിൽസ് ആട്ടോ. പക്ഷേ വെയിറ്റ് കാരണം എനിക്കത് ബാഗിനകത്ത് മാറ്റേണ്ടി വന്നു. പിന്നെ ഒരു ബോക്സും ഇതുപോലത്തെ ചെറിയ പൗച്ച്, ഇതുപോലത്തെ ചെറിയ പൗച്ചുമാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ ഈ സാധനം യൂസ് ചെയ്തിട്ടുമില്ല, യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു പോലുമില്ല. കാരണം ഇവിടെ വന്നതിന് ശേഷം ഫുഡിൻ്റെയോ ക്ലൈമറ്റിൻ്റെയോ പിന്നെ നമ്മളധികം വെയിലൊന്നും കൊള്ളുന്നില്ലല്ലോ, അപ്പോൾ ടാൻ ഒന്നും വരാൻ ചാൻസ് ഇല്ല. എനിക്ക് തോന്നുന്നു നാട്ടിലെ കഴിഞ്ഞും കുറച്ചുകൂടി ഇവിടെ വന്നതിന് ശേഷമാണ് സ്കിന്ന് കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് ആയതെന്ന് തോന്നുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സാധനത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു, വേസ്റ്റാണ്. പിന്നെ കൊണ്ടുവന്ന ഒരു സാധനമാണ് കേട്ടോ, അയൺ ബോക്സ്. ഇത് കൊണ്ടുപോകുമ്പോഴേ വീട്ടിൽ നിന്ന് പറഞ്ഞത് അയൺ ബോക്സിൻ്റെ ആവശ്യമുണ്ടോയെന്ന്. അപ്പം ഞാൻ കരുതി ഞാൻ ഈ കോട്ടൺ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുമ്പോഴേ ഇത് നന്നായിട്ട് ചുളുങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവരുടെയൊക്കെ മുന്നിൽ ചുളുങ്ങിയ ഡ്രസ്സ് ഇങ്ങനെ ഇടുന്നതെന്ന് കരുതിയിട്ടാണ് ഞാൻ അയൺ ബോക്സ് എടുത്തത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അയൺ ബോക്സ് എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും തന്നെ അയൺ ബോക്സ് ഉണ്ട്. പക്ഷേ ഇവിടെയുള്ളൊരു അയൺ ബോക്സ് കേടായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഓക്കെ, ഇത് ഓപ്ഷനിലാണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുവരാം. കാരണം ഞാൻ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ അയൺ ബോക്സ്, ഞാൻ എന്ത് സാധനം വാങ്ങിയപ്പോഴും ഏറ്റവും വെയിറ്റ് കുറഞ്ഞ സാധനങ്ങൾ എടുക്കാനാണ് നോക്കിയ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് വെയിറ്റ് കുറവാണ്, എന്നാൽ പോലും ഒരുപാട് സാധനങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഈ സാധനം ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ തുണി വാഷ് ചെയ്യുന്ന ലോഷൻ, അതുപോലെ തന്നെ ബോഡി സോപ്പിന് പകരം എപ്പോഴും ലോഷനാണ് നല്ലത് കേട്ടോ. സോപ്പ് എനിക്കറിയില്ല ഇന്നത്തെ കാലത്ത് സോപ്പൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നവരുണ്ടോ ഇങ്ങനെ ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ എനിക്കറിയില്ല. പക്ഷെ ഏറ്റവും നല്ലത് ലിക്വിഡാണ്. കാരണം സോപ്പ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ സോപ്പ് പെട്ടിയിലിട്ട് വെക്കണം. അതൊക്കെ കുറച്ചൊരു എന്താ പറയുക,
എനിക്ക് തോന്നുന്നു ലോഷനാണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പം വലിയ ലോഷൻ ഞാൻ ഫസ്റ്റ് വാങ്ങിയിരുന്നത് എനിക്ക് തോന്നുന്നു 1 ലിറ്ററിൻ്റെ ലോഷൻ ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല. നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ വരുമ്പോൾ തന്നെ കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് മാക്സിമം 1 മാസം യൂസ് ചെയ്യാനുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ കരുതേണ്ടതുള്ളൂ. കാരണം ഇവിടെ വന്നു കഴിയുമ്പം തന്നെ ഫാമിലി നമുക്ക് അതൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പം ഞാൻ കൊണ്ടുവന്നത് തുണി കഴുകുന്ന ഒരു ലോഷൻ, അതുപോലെ തന്നെ കുളിക്കാനുള്ള ഇതുപോലെ ചെറിയൊരു ബോട്ടിലാട്ടോ. ഇത്രയേ ആവശ്യമുള്ളൂ. കാരണം നമ്മൾ ഇത് പതയുന്നതല്ലേ, നമ്മൾ കുറച്ചല്ലേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലത് ഏറ്റവും ചെറുത് ഒരു മാക്സിമം ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു മാസം യൂസ് ചെയ്യാനുള്ള സാധനങ്ങൾ മാത്രമേ കൊണ്ടുവരേണ്ടുള്ളൂ. ഇത് ശരിക്കും ഞാൻ വരുമ്പം എൻ്റെ ഫാമിലിയിൽ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട്. എനിക്കിതൊന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇതുവരെ ഇത് പൊട്ടിക്കാത്തത്. ഇതെൻ്റെ ഇന്നേഴ്സിൻ്റെ ബാഗാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇതുപോലത്തെ പൗച്ച്, ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. ഇതുപോലത്തെ പൗച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഒരേ സെറ്റ് ഐറ്റംസ് നമുക്ക് ഇതേപോലെ ഒരു പൗച്ചിലിട്ട് സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടിൽ നിന്ന് എല്ലാ പാക്കറ്റും വലിക്കാതെ ഏതിലാണോ നമ്മുടെ സാധനം ഇരിക്കുന്നത് അത് മാത്രം നമുക്ക് വലിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഇന്നേഴ്സ് എല്ലാം ഞാൻ ഇതുപോലെ ഒരു കവറിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഡ്രസ്സിനേക്കാൾ അധികം കൊണ്ടുവരേണ്ടത് നമ്മുടെ ഇന്നർ വെയറാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള സ്റ്റൈലിലും പാറ്റേണിലും ഉള്ള സാധനങ്ങളായിരിക്കില്ല ഇവിടെ ഉള്ളവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളവർ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം അടുത്ത ലീവിന് വരെ പോകുന്നത് വരെയുള്ള ഇന്നർ വെയർ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ആവശ്യമില്ലാത്തൊരു സാധനമാണ് ഞാൻ നന്നായിട്ട് വേർക്കുന്ന ആളാണ്. നാട്ടിലാവുമ്പോൾ കർച്ചീഫ് ഇല്ലാതെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അതും ഞാൻ ടിഷ്യൂ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ നോർമൽ കോട്ടൻ്റെ കർച്ചീഫ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ നോക്കി എനിക്ക് തോന്നുന്നു ഒരു 1 2 3 4 5 6 7 8 9 10 11 12 ഇത് 12 ഉള്ളൂ. അതുകൂടാതെ ബാഗിൻ്റെ പലയിടത്തുമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10 20 25ഓളം കർച്ചീഫ് ഉണ്ട്. എനിക്കറിയില്ല ഞാൻ എന്തിനാ ഇത്രയും കർച്ചീഫ് വാങ്ങിക്കൊണ്ട് വന്നത്. കാരണം ഇവിടുത്തെ ഒരു ക്ലൈമറ്റിനൊന്നും അങ്ങനെ വേർക്കാറില്ല. അതുകൊണ്ട് തന്നെ എന്നാലും എൻ്റെ പോക്കറ്റിൽ ഞാൻ ഇടാറുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത്രയും കർച്ചീഫിൻ്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ നാട്ടിൽ നിന്നും എന്തെല്ലാം ഡ്രസ്സുകൾ വാങ്ങിയിട്ടുണ്ടോ ആ ഡ്രസ്സുകളെല്ലാം കഴുകി ഉണക്കി അയൺ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ പെട്ടിയിൽ പാക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒന്നാമത് എന്താ വെച്ചാൽ ഞാൻ പുതിയ ഡ്രസ്സ് ഞാൻ അതേപോലെ യൂസ് ചെയ്യാറില്ല. ഒരു വട്ടം വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ടുകൂടിയാണ് ഞാൻ എല്ലാ ഡ്രസ്സുകളും വാഷ് ചെയ്ത് ഉണക്കി അയൺ ചെയ്തിട്ടാണ് പെട്ടിയിൽ പാക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഹെയർ ഡ്രയർ. കാരണം വാങ്ങണോ വേണ്ടിയോ എന്ന് ഞാൻ ഡബിൾ മൈൻഡിൽ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം നമ്മൾ കുളിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുടി ഉണങ്ങാൻ ടൈം എടുക്കും. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണക്കിയെടുക്കാമല്ലോ. പെട്ടെന്ന് അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോവുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ടൈമിലൊക്കെ നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നനഞ്ഞ മുടി അങ്ങനെ ഇട്ടിട്ട് പോകുന്നത് മോശമല്ലേ. അപ്പോൾ ഹെയർ ഡ്രയർ ഏറ്റവും വെയിറ്റ് തീരെ കുറവാണ്, പക്ഷേ കുറച്ച് വലുപ്പമുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിലും ചെറിയ സാധനങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിലുള്ള സാധനം ഇത് വാങ്ങുക. അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു സാധനമാണ് കേട്ടോ ഈ ഹോട്ട് വാട്ടർ ബാഗ്. ഇത് കറണ്ടിൽ കുത്തിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആവി പിടിക്കുന്നതിലും നല്ലത് എനിക്ക് തോന്നുന്നു ഈ കറണ്ടിലാവുമ്പോഴേ നമുക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവുന്നത് ഇതായിരിക്കും. മറ്റേതാകുമ്പോൾ നമുക്ക് വെള്ളം തിളപ്പിക്കണം, പിന്നെ ബാഗിൽ ഒഴിക്കണം. അതിലും ഏറ്റവും നല്ലത് ഇതാണ്. ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. തീരെ റേറ്റ് കുറവാണ്. എനിക്ക് തോന്നുന്നു 200 രൂപയിലൊക്കെ താഴെ വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. കാരണം എനിക്ക് മന്ത്ലി പീരിയഡ്സിൻ്റെ വയറുവേദന ഇല്ലയാണ്. അപ്പോൾ ബാക്ക് പെയിനും ഒക്കെ ഉള്ളപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബാഗാണിത്. പിന്നെ ഞാൻ വരുന്ന ടൈമിൽ ഞങ്ങളുടെ ഇടയിൽ തന്നെ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ പലരും ചോദിച്ച കാര്യമാണ്, കുട വേണോ, കുട കൊണ്ടുപോകണോ, കുടയുടെ ആവശ്യമുണ്ടോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒന്ന് ചെറിയ മഴയൊക്കെ ആകുമ്പോൾ ഒന്ന് ഇറങ്ങണമെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ ഒരു കുട ഉള്ളതല്ലേ ഏറ്റവും നല്ലത്. ഞാനൊരു കുട കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ വന്നപ്പോൾ മുതൽ മഴ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നേ. അതുപോലെ ഈ സൈഡ് ബാഗ് ഞാൻ വരുമ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് രണ്ടാമത് എനിക്ക് നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിടുമ്പം ആ കൂട്ടത്തിൽ തന്നു വിട്ടതാണ് കേട്ടോ ഇങ്ങനൊരു ബാഗ്. അതായത് നമ്മുടെ ഫോണും പൈസയും ഇടാൻ പറ്റിയ ഒരു ബാഗ്, ചെറിയൊരു ബാഗ്, വൺ സൈഡ് ഇടാൻ പറ്റിയൊരു ബാഗ്. ഇത് നമുക്ക് അത്യാവശ്യം എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ എന്താ പറയുക, നമ്മുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളൊന്നും വേണമെന്നില്ലല്ലോ. അടുത്തൊക്കെ എവിടെയെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ബാഗാണ്. തീരെ ചെറുതാണ് കേട്ടോ. ഇത്രേ ആവശ്യമുള്ളൂ. ഒരു ഫോണും
കുറച്ച് പൈസ ഇടാനുള്ള സ്പേസ് മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ ഹെയർ ക്ലിപ്സ് അതെല്ലാവരും വാങ്ങുമല്ലോ, പറയേണ്ടതില്ലല്ലോ. ഞാൻ പല വലുപ്പത്തിലുള്ള കുറേ ഹെയർ ക്ലിപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ മുടി മടക്കി കിട്ടുമ്പോഴൊക്കെ ഇറുക്കിയല്ല ഏറ്റവും നല്ലത്. അതുകൊണ്ട് കുറേ ഹെയർ ക്ലിപ്സ് പല വലുപ്പത്തിലുള്ള. പിന്നെ മസ്റ്റായിട്ടും ബാഗിൽ കാണേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ബോഡി സ്പ്രേ. ഇത് ഏറ്റവും നല്ലത് ഇവിടെയുള്ളവർക്ക് ഇവർ യൂസ് ചെയ്യുന്നത് ലൈറ്റ് സ്മെല്ലാണ്. നമ്മളെപ്പോലെ ഡാർക്ക് സ്മെല്ലൊന്നും ഇവർ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ലൈറ്റ് സ്മെല്ലുള്ള സ്പ്രേ അത് 1-2 ബോട്ടിലൊക്കെ കയ്യിലുണ്ടാകുന്നത് നല്ലതാണ്. കാരണം നമ്മൾ കൂടുതൽ ഇന്ത്യക്കാർ കൂടുതൽ വേർക്കുന്നവരാണ്. അപ്പം നമ്മുടെ വേർപ്പിൻ്റെ സ്മെല്ല് ഇവർക്ക് പിടിക്കണമെന്നില്ല. അപ്പം എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ബോഡി സ്പ്രേ ഇത് ഞാനൊരു എനിക്ക് തോന്നുന്നൊരു 3-4 ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് വാങ്ങി. പിന്നെ പല സാധനങ്ങളും വാങ്ങുന്നത് ഓരോരുത്തരുടെ ഹെൽത്തിനെയും അതുപോലെ തന്നെ ഓരോരുത്തരുടെ ശീലത്തിനെയൊക്കെ റുട്ടീനൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ. ഇത് മൗത്ത് ഫ്രഷ്നറാണ്. ചിലവർക്ക് വായ സ്മെല്ലുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു മൗത്ത് ഫ്രഷ്നർ വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നോർമലി എല്ലാവർക്കും അറിയുന്ന പോലെ ബ്രഷ്, പേസ്റ്റ്, കോമ്പ്, ടങ് ക്ലീനർ, പേസ്റ്റ്, ഫേസ് വാഷ്, ക്രീമുകൾ അതൊക്കെ കൊണ്ടുവരാം. അതുപോലെ തന്നെ പീരിയഡ്സിൻ്റെ ടൈമിൽ കപ്പ് യൂസ് ചെയ്യുന്നവരുണ്ടാവാം, പാഡ് യൂസ് ചെയ്യുന്നവരുണ്ടാവാം. കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും ഓക്കെ, നോ പ്രോബ്ലം, കുഴപ്പമൊന്നുമില്ല. അതുപോലെ പാഡാണ് യൂസ് ചെയ്യുന്നവരെങ്കിൽ എനിക്കറിയില്ല, ഞാൻ പാഡ് കൊണ്ടുവന്നിരുന്നു. ഞാൻ കേട്ടിട്ടുള്ളത് ഇവിടുത്തെ പാഡ് നമുക്ക് അത്ര അങ്ങ് കംഫർട്ടബിൾ ആയിട്ട് തോന്നാറില്ല എന്നാണ്. എനിക്കറിയില്ല, അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസം നമുക്ക് യൂസ് ചെയ്യാനുള്ള പാഡുകൾ നമ്മുടെ കയ്യിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു 1-2 മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടുത്തെ പാഡ് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരുപാട് ചെരുപ്പുകൾ വാങ്ങിയിട്ട് വരാതിരിക്കുക. കാരണം ഡെയിലി വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാനുള്ള ഒരു ചെരുപ്പും അതുപോലെ നല്ല വേറൊരു ചെരുപ്പും. ഇവിടെ വന്നാൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന ഷൂസാണ്. അതുകൊണ്ട് തന്നെ ചെരുപ്പിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് ചെരുപ്പ് ഞങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല എന്ന്. പുറത്ത് പോകുമ്പോൾ നമ്മളെപ്പോഴും ഷൂസാണ് യൂസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഷൂസായിരിക്കും കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ നല്ല തണുപ്പുള്ള ടൈമിലാട്ടോ വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ നിന്നും വന്ന ടൈമിൽ യൂസ് ചെയ്തത് ഈ ജാക്കറ്റായിരുന്നു കേട്ടോ. നല്ലതാണ്, ചൂട് നിൽക്കും. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് പൊങ്ങാത്തൊരു ഫീലില്ലേ, അങ്ങനെയാണ്. എന്തെങ്കിലും ഫംഗ്ഷൻ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഓക്കെയാണ്. പക്ഷേ നമ്മളൊന്ന് ഡെയിലി പുറത്ത് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ലത് ഹുഡീസാണ് കേട്ടോ. ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല വരുമ്പോൾ. നോർമൽ ബനിയനും ഇന്നറും മാത്രമാണ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിരുന്നത്, അതായത് സ്വെറ്റർ പോലത്തെ. പക്ഷേ ഇതുപോലത്തെ ഹുഡീസാണ് ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ ഞാൻ വരുമ്പോൾ ഒരു കുക്കർ എടുത്തിരുന്നു. പലരും ചോദിച്ചിരുന്നു കുക്കറിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ. എല്ലാ വീട്ടിലും അലൗഡ് അല്ല, കാരണം കുക്കറിൻ്റെ സൗണ്ട് ഇവർക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. പിന്നെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്, നമ്മുടെ ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ബാഗിലൊരു കുക്കർ, അതായത് വലിയ ലിറ്ററിൻ്റെ അല്ല, ഒരു 2-3 താഴെ ലിറ്ററിൻ്റെ കുക്കർ വാങ്ങുകയാണെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ചിരട്ടപ്പുട്ടുണ്ടാക്കുന്ന ഇതില്ലേ പാത്രം, അത് കൊണ്ടുവരുന്നതും നല്ലതായിരിക്കും. ഇനി ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും കൂടി സാധനങ്ങൾ കൊണ്ടുവന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയ സാധനങ്ങൾ. ഞാൻ ഫുഡ് ഐറ്റംസ് കുറവായിരുന്നു എടുത്തത്. നമ്മൾ ആദ്യം തന്നെ വരുമ്പോൾ കുറച്ച് നമ്മുടെ നാട്ടിലെ അരി കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഞാൻ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. എനിക്ക് ഏകദേശം ഒരാഴ്ച ഞാൻ നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവരുടെ റൈസ് ഇവർ യൂസ് ചെയ്യുന്നത് ബസ്മതി റൈസും അതുപോലെ മറ്റു ചില റൈസും ഒക്കെയാണ്. അപ്പോൾ നമുക്കതങ്ങോട്ടേക്ക് വന്ന ഉടനെ നമുക്കങ്ങോട്ടേക്ക് ഓക്കെ ആയി വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ വരുമ്പോൾ നാട്ടിലെ കുറച്ച് അരി കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ റവ, പുട്ടുപൊടി, അപ്പപ്പൊടി ഇതൊക്കെ ബാഗിൽ കരുതുന്നതും നല്ലതാണ്. കാരണം വന്ന ഉടനെ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ ടൈം എടുക്കും. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഫുഡ് ഐറ്റംസ് കുറച്ചധികം കരുതുന്നതായിരിക്കും. ഈ ക്രീമുകളും ലോഷൻസൊക്കെ ഒരുപാട് വാരി വലിച്ച് കൊണ്ടുവരുന്നതിലും നല്ലത് ഫുഡ് ഐറ്റംസ് കൂടുതൽ കൊണ്ടുവരുന്നതാണ്. ഇനി നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടും. പക്ഷേ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്റ്റോറിൽ പോകണം. നമ്മൾ നിൽക്കുന്ന ഏരിയയോട് അടുത്ത് ആ ഷോപ്പ് ഉണ്ടാകണമെന്നില്ല. ഞാൻ നിന്ന സ്ഥലത്ത് എനിക്ക് സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ നല്ലതായിരുന്നു എന്ന്. അതുപോലെ ആഗ്രഹത്തിന് കഴിക്കാൻ വേണ്ടി കുറച്ച് ബേക്കറി ഐറ്റംസ് ഞാൻ ഒന്നും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ബേക്കറി ഐറ്റംസ് കുറച്ച് നാളത്തേക്ക് ഒരു 1 month ഒക്കെ യൂസ് ചെയ്യാൻ പാകത്തിന് എന്തായാലും കിട്ടുമല്ലോ. അങ്ങനെ കുറച്ച് ബേക്കറി ഐറ്റംസും കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഈ ക്ലൈമറ്റ് സ്യൂട്ടാവാത്ത ആൾക്കാരുണ്ടാവില്ലേ,
ജലദോഷം, തലവേദന, കഫക്കെട്ട് അങ്ങനെയുള്ളവർ ഈ ആവി പിടിക്കുന്ന മെഷീൻ കൊണ്ടുവരുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടില്ല, കാരണം ഞാൻ ഏത് ക്ലൈമറ്റിലും ഓക്കെ ആവുന്ന ഒരാളാണ്. നല്ല തണുപ്പിലേക്ക് വന്ന ആളാണ്. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ആവി പിടിക്കുന്ന മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. എല്ലാ വീടുകളിലും ഉണ്ടാകണമെന്നില്ല, എന്നാൽ പോലും ഒരു ഓപ്ഷനിലാണ്. ആവശ്യമുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ നാട്ടിലെ നാടൻ വെളിച്ചെണ്ണ ഞാനൊരു ചെറിയൊരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു അര ലിറ്ററിൻ്റെ ആണെന്ന് തോന്നുന്നു, ചെറിയൊരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഫുഡ് ഉണ്ടാക്കാനൊന്നും എടുത്തില്ല. ഇവിടെ ഇവർ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഫുഡ് ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ആയിരുന്നു എൻ്റേത്. ഞാൻ ഹെയർ ഓയിൽ ഒന്നും കൊണ്ടുവന്നില്ല, ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ആണല്ലോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇവിടെ എത്തിയതിന് ശേഷം ഇവിടുത്തെ ക്ലൈമറ്റും ഫുഡും എല്ലാം കൂടെ കൂടിക്കഴിഞ്ഞപ്പോൾ ടെൻഷനും എല്ലാം കൂടെ കൂടിക്കഴിഞ്ഞപ്പോൾ നല്ല ഹെയർ ഫോൾസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് കൊണ്ടുവന്ന വെളിച്ചെണ്ണ കേട്ടോ. ഞാനിപ്പോൾ തലയിൽ തേക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ വരുമ്പോഴേ എനിക്കെപ്പോഴും ഇപ്പോൾ നാട്ടിൽ നിന്നായാലും എൻ്റെ ഹാൻഡ് ബാഗിൽ ഞാൻ എന്തെങ്കിലും ചെറിയൊരു സ്നാക്സോ എന്തെങ്കിലും എടുത്തിടാറുണ്ട് കേട്ടോ. അത് വീട്ടിൽ നിന്ന് ടൗണിൽ പോകുമ്പോൾ ആണെങ്കിൽ പോലും എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എൻ്റെ ബാഗിൽ കരുതാറുണ്ട്. ചിലപ്പോൾ ഒരു ബിസ്ക്കറ്റോ ഒരു മഞ്ചോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ കുറച്ച് നട്ട്സ് എൻ്റെ ബാഗിൽ വെച്ചിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടനത് പാക്ക് ചെയ്യുമ്പോൾ അതായത് ലഗേജിലേക്ക് മാറ്റിയതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കിതെൻ്റെ ബാഗിൽ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഹാൻഡ് ബാഗിൽ വെച്ചതാട്ടോ. പക്ഷെ അത് ഭയങ്കര യൂസ്ഫുൾ ആയതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റിലെ ഫുഡ് നമുക്ക് എല്ലാവർക്കും പിടിക്കണമെന്നില്ല. അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ നമുക്ക് എല്ലാവർക്കും അതങ്ങോട്ടേക്ക് ഓക്കെ ആവണമെന്നില്ല. നമ്മൾ വരുന്ന ആ ഒരു തലേ ദിവസത്തെ ഉറക്കമുളയ്ക്കലും അതുപോലെ തന്നെ ടെൻഷനും എല്ലാം കൊണ്ടും പല ബുദ്ധിമുട്ടും മാനസികമായിട്ടുള്ള പല പ്രശ്നവും എല്ലാം കൊണ്ടും നമുക്ക് ആ ഫുഡ് അങ്ങ് ഓക്കെ ആവണമെന്നില്ല. അപ്പോൾ അത്രയും നേരം നമുക്ക് വിശന്നിരിക്കുന്നത് നടക്കില്ലല്ലോ. അപ്പോൾ നല്ലത് ബാഗിൽ ഒരു എന്താ പറയുക, ചെറിയൊരു ബോക്സിൽ നമുക്ക് കഴിക്കാനുള്ള ചെറിയ എന്തെങ്കിലും ഐറ്റംസ്, നട്ട്സ്, കാഷ്യൂ, ബദാം, അല്ലെങ്കിൽ പിന്നെ ഡേറ്റ്സ്, അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയൊരു ബോക്സിലോ അങ്ങനെയൊക്കെ വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. വിശന്നിരിക്കണ്ടല്ലോ. ഞങ്ങൾക്ക് നല്ല പണി കിട്ടിയതാട്ടോ. പിന്നെ ഇത് നട്ട്സ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു പോയി, എങ്ങനെയോ പിടിച്ചു തന്നതാണ്. ഇവിടെ നമ്മുടെ നോർമൽ ചാർജർ ഇവരുടെ പ്ലഗിൽ സ്യൂട്ടാവില്ല കേട്ടോ. ഇവരുടെ പ്ലഗിൽ നമ്മുടെ ചാർജർ സ്യൂട്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഓൺലൈനിൽ വാങ്ങിയതാണേ. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. കണ്ടോ, ഇത് ഞാൻ കൊണ്ടുവന്നത് കൊണ്ടാണ് എനിക്കിപ്പോൾ ചാർജ് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ എനിക്കറിയില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ കോഡ് വയർ ഇത് എക്സ്ട്രാ കയ്യിലുണ്ടാവുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ പവർ ബാങ്ക്, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പവർ ബാങ്ക് വാങ്ങാൻ മറന്നുപോയി, പവർ ബാങ്കിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പവർ ബാങ്ക് ഉണ്ടായതുകൊണ്ട് കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഒരു ടൈമിലും എനിക്ക് ടെൻഷനില്ല. കാരണം ഫോണ് ചാർജ് ചെയ്ത് വെച്ച് ഫോണിൽ ചാർജ് ഓൾറെഡി ചെയ്തിട്ടാലും പവർ ബാങ്ക് ഉണ്ടല്ലോ, ചാർജ് തീർന്നാലും എന്നുള്ളൊരു ധൈര്യമുണ്ട്. അപ്പോൾ പവർ ബാങ്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആണ്. പിന്നെ ഉള്ളത് ബോട്ടിലാണ് കേട്ടോ. ഇത് ചൂട് നിൽക്കുന്നതല്ല, നോർമൽ ബോട്ടിലാണ്. എനിക്ക് ചൂടുവെള്ളം അങ്ങനെ എപ്പോൾ വേണമെന്നില്ല, തണുത്ത വെള്ളം കുടിക്കും. അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു ബോട്ടിൽ കൊണ്ടുപോകണോ, ബോട്ടിൽ ആവശ്യമുണ്ടോ എന്നൊക്കെ. എല്ലായിടത്തും കിട്ടുന്നതല്ലേ എന്നൊക്കെ. നമ്മൾ വെള്ളം ഇല്ലാതെ ഒരു ബോട്ടിൽ ബാഗിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്കിവിടെ വരുമ്പോൾ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവരോട് പറയാനുള്ളത്, ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, അതിന് ശേഷം സാധനങ്ങൾ വാങ്ങുക. ആവശ്യമുള്ള സാധനങ്ങൾ നേരത്തെ തന്നെ വാങ്ങി വെക്കാൻ നോക്കുക. അനാവശ്യമായ സാധനങ്ങൾ വലിച്ചു വാരി കൊണ്ടുവരാതിരിക്കുക. സാരിയൊക്കെ വരണമെന്ന് ചോദിക്കുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ വരുമ്പോഴേ ഈ സാരിയുടെ ആവശ്യമുള്ളൂ. ഓവർ വെയിറ്റൊക്കെ ആണെങ്കിൽ ഒരു സാരിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ചുരിദാറൊന്നും നമ്മൾ നോർമലി യൂസ് ചെയ്യാറില്ല. ഇവിടെ വന്നാൽ നമ്മൾ ചുരിദാറൊന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ ചുരിദാറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ചുരിദാറൊക്കെ വെച്ചിട്ട് ബാക്കി നമ്മൾ ഡെയിലി വെയർസ് കൂടുതൽ കൊണ്ടുവരാൻ നോക്കുക. എന്നെപ്പോലെ ഓവർ വെയിറ്റ് കയറ്റാതെ മാക്സിമം കറക്റ്റായിട്ടുള്ള വെയിറ്റ് മാത്രം കൊണ്ടുവരാൻ നോക്കുക. ഞാൻ ഫൈൻ അടച്ച പോലെ 6000 രൂപ ഫൈനും അടച്ചിട്ട് ലഗേജ് കൊണ്ടുവരേണ്ടി വരും. ഓവർ വെയിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിൽ വരുമ്പോൾ ഒന്നിക്കൽ ലഗേജ് പൊട്ടിക്കും, അല്ല എങ്കിൽ നമ്മൾ എക്സ്ട്രാ ഫൈൻ അടക്കേണ്ടി വരും. അതിലും നല്ലത് നേരത്തെ തന്നെ ലഗേജെല്ലാം എല്ലാം പാക്ക് ചെയ്യുന്ന ടൈമിൽ വെയിറ്റ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ.
ഞാൻ വന്നിട്ട് ഏകദേശം 4 മാസമായല്ലോ എന്ന് ഞാൻ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞിരുന്നില്ലേ. ഒരുപക്ഷെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നവർക്കും അതുപോലെ തന്നെ മുന്നേ വീഡിയോ ചെയ്തവരൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് ഞാനിവിടെ പറഞ്ഞത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ എൻ്റെ കൂടെ വന്ന ബാക്കി എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആകട്ടെ എന്ന് കരുതിയിട്ടാണ്. അതുപോലെ വേറൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ 2 ട്രോളി ബാഗും അതുപോലെ തന്നെ പുറത്തിടുന്ന ഒരു ഓഫീസ് ബാഗും ഒരു സൈഡ് ഹാൻഡ് ബാഗും ഉണ്ടായിരുന്നത് കേട്ടോ. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ എൻ്റെ പുറത്തിടുന്ന ബാഗിൽ, അതായത് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം യൂസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ ട്രോളി ബാഗിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് നേരെ വരുമ്പോൾ നേരെ വന്ന് ജോലിയിലേക്ക് കയറുകയല്ല ചെയ്യുന്നത്. നമ്മൾ 2 or 3 ദിവസം നമ്മൾ ഹോസ്റ്റലിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഡെയിലി വെയർ ആയിട്ടുള്ള 1 or 2 ജോഡി ഡ്രസ്സ് നമുക്ക് ഈ പുറത്തിടുന്ന ഓഫീസ് ബാഗിൽ വെക്കുക. അതുപോലെ തന്നെ ഞാൻ റെഡി ടു ഈറ്റിൻ്റെ ചെറിയ കിറ്റുകൾ ഉണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് വരുമ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഈ ബാഗിൽ വെച്ചു. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ വന്നപ്പോൾ എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ബ്രഷ്, ടങ് ക്ലീനർ, ഫേസ് വാഷ്, ജസ്റ്റ് മേക്കപ്പിനുള്ള ചെറിയ സാധനങ്ങൾ, 1-2 പ്രൊഡക്ട്സുകൾ, അങ്ങനത്തെയൊക്കെ നമ്മൾ ഈ ബാഗിൽ വെക്കുക. അതാകുമ്പോൾ നമുക്ക് ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രോളി ബാഗ് പൊട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂടെ എവിടെ വെച്ചതെന്ന് ഓർമ്മയില്ലാതെ എല്ലാം വാരി വലിച്ചിടേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് 1-2 ദിവസം യൂസ് ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മുടെ ഈ ഓഫീസ് ബാഗിൽ സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ മെഡിസിൻ്റെ കാര്യം, നമ്മൾ മെഡിസിൻ വാങ്ങുന്നത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം നമുക്ക് എന്തൊക്കെ മെഡിസിൻ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടോ, അസിഡിറ്റിയുടെ പ്രശ്നമുണ്ടോ, യൂറിൻ ഇൻഫെക്ഷൻ്റെ പ്രശ്നമുണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും അല്ലെ പല അസുഖങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മളെ ബേസ് ചെയ്താണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെയാണോ മെഡിസിൻ ആവശ്യമുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഏറ്റവും നല്ലത് നമ്മൾ വരുന്നതിൻ്റെ തലേ ദിവസം, അതല്ലേ 1-2 ദിവസം മുന്നേ ഡോക്ടറെ കണ്ട് എഴുതി വാങ്ങിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ അതിൻ്റെ ബില്ലുകൾ കയ്യിൽ സൂക്ഷിക്കുക. ഞാൻ വായുഗുളിക വരെ വാങ്ങിയിട്ട് വന്ന ആളാണ് കേട്ടോ. കാരണം ചില ഫുഡുകളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ഒരു വായുഗുളിക എപ്പോഴും എൻ്റെ ബാഗിൽ കാണുന്നതാണ് വായുഗുളിക. അതുകൊണ്ട് വായുഗുളിക മുതൽ എല്ലാ മെഡിസിനും ഞാൻ വാങ്ങിയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഞാൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാ മെഡിസിനും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇടാതെ ഒരു കവറിൽ ഈ മെഡിസിൻസ് എല്ലാം സൂക്ഷിക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ടായാലും നമുക്ക് ആ ഒരു കവർ മാത്രമേ എടുക്കേണ്ട ആവശ്യം വരുള്ളൂ. പലയിടത്തും ആകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും എവിടെ വെച്ചതെന്ന്. അപ്പോൾ നമുക്ക് പല ബാഗുകളും തുറക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ഏറ്റവും നല്ലത് മെഡിസിൻസ് ആയാലും എന്ത് സാധനങ്ങളായാലും എല്ലാം ഓരോ സെക്ഷൻ ഓരോ കവറിൽ സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈ വീഡിയോ എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്. ബൈ.